ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം വിഷയത്തിൽ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. വിഴിഞ്ഞം VGFുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കേരളത്തോട് കാണിച്ചത് നീതികേടെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ഫ്രാൻസിസ് ജോർജ്. CPM പാർട്ടി പൂർണ്ണമായും പിണറായി വിജയന്റെ ഏകാധിപത്യത്തിന് കീഴിലായി മാറിയെന്ന് RMPI സംസ്ഥാന സെക്രട്ടറി N. വേണു. നാടിന്റെ വികസന കാഴ്ചകൾ ക്യാൻവാസിൽ പകർത്തി വികസന വരകൾ സമൂഹ ചിത്രരചന. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വിഴിഞ്ഞം വിഷയത്തിൽ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടത് K. കരുണാകരനും പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുമാണെന്നും അതിനെ LDFന്റെ കുഞ്ഞാക്കി മാറ്റുന്നത് ശരിയല്ലെന്നും ചെന്നിത്തല പ്രതികരിച്ചു. K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയെ പറ്റി ഒരു ആലോചന ഉണ്ടായതും ഒരു സ്വകാര്യ ഏജൻസിയോട് അത് പഠിക്കാൻ ആവശ്യപ്പെട്ടത്. പിന്നീട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിക്ക് ധാരാളം കടമ്പകളുണ്ടായിരുന്നു, വെല്ലുവിളികളുണ്ടായിരുന്നു. ഇതിന് അഴിമതി ആരോപണം ഉന്നയിച്ചു, ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു, ഈ പദ്ധതിക്കെതിരെ CPM ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു. എന്നിട്ടും നിശ്ചയദാർഢ്യത്തോടെ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടുകയും നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും കല്ലിടുകയും സാങ്ഷനുകൾ വാങ്ങിക്കുകയും ചെയ്തത് UDF ഗവൺമെൻറ് കാലത്താണ്. അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇത് LDFന്റെ കുഞ്ഞാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഞങ്ങളുടെ അവകാശവാദമല്ല, ഞങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ വികാരമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും K. കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും പേര് ഇതിൽ നിന്ന് മാറ്റിക്കളയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഴിഞ്ഞം VGFുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കേരളത്തോട് കാണിച്ചത് നീതികേടെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ഫ്രാൻസിസ് ജോർജ്. VGFിലടക്കം സർക്കാരിനൊപ്പം നിന്ന പ്രതിപക്ഷത്തെ ഉദ്ഘാടനത്തിൽ നിന്നും തഴഞ്ഞത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാര്, ഏത് ഗവൺമെന്റ്, അതൊക്കെ നിന്നോട്ടെ, അതങ്ങനെയാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെയാണ്. ആര് തുടങ്ങിയാലും പിന്നീട് വരുന്ന ഗവൺമെന്റുകൾ അതിനിടെ ഏറ്റെടുക്കുക, പൂർത്തീകരിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒരു സാമാന്യ പ്രക്രിയയാണ്. ഞങ്ങളാരും അല്ലെങ്കിൽ UDF ഐക്യജനാധിപത്യം അങ്ങനെ ഒരു സമീപനം ഒരിക്കലും എടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഇതാണ്, ഇത് കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് അദാനിയുടെ ഒന്നും പദ്ധതിയില്ല. ഞാൻ ധനകാര്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞു. ധനകാര്യമന്ത്രിയോട് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ധനകാര്യമന്ത്രി എന്താണ് പറഞ്ഞത്? നോ യു വിൽ സേ വി ഹാവ് ഗിവൺ മണി ടു അദാനി. ഞാൻ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് ആൻ അദാനി പ്രോജക്ട്, ദിസ് ഇസ് നോട്ട് എ കേരള പ്രോജക്ട്, ദിസ് ഇസ് എ നാഷണൽ പ്രോജക്ട് which will be of great benefit to the country. അതുകൊണ്ട് യു ഹാവ് ടു സീ ഇറ്റ് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ് എന്നൊരു സമീപനമാണ് ഞങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് ആരും എടുത്തുകൊള്ളട്ടെ, പക്ഷെ ക്രെഡിറ്റ് എടുക്കുന്നതല്ല വിഷയം. നമ്മുടെ ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് അതിനകത്ത് പാലിക്കേണ്ട മര്യാദ, ഡെമോക്രാറ്റിക് എത്തിക്കൽ ആയിട്ടുള്ള ആ നോംസ് പാലിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. ആ കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇൻസിസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. എല്ലാവരെയും പങ്കെടുപ്പിക്കണം, പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CPM പാർട്ടി പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരണത്തിനും പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനും കീഴിലായി മാറിയെന്ന് RMPI സംസ്ഥാന സെക്രട്ടറി N. വേണു. TP ചന്ദ്രശേഖരന്റെ 13ാം രക്തസാക്ഷി ദിനാചരണ പരിപാടികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഭരണത്തിന്റെ മറപറ്റി കേരളത്തിലെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ സംഭാവനയാണ് ഇപ്പോൾ പുതിയ AKG സെന്ററിന്റെ ധനാചരണ മാർഗം.
പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് മേലെയാണ് പിണറായി വിജയൻ എന്ന ഒരു കുലപതി ആയി നിൽക്കുകയാണ്. അദ്ദേഹം ആണ് പാർട്ടി, അദ്ദേഹം പറയുന്നതാണ് പാർട്ടി. അതിനപ്പുറം ഇതിൽ പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് പാർട്ടി മാറി. TP ചന്ദ്രശേഖരന്റെ 13ാം രക്തസാക്ഷി ദിനം റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ആചരിക്കുമെന്ന് RMPI സംസ്ഥാന സെക്രട്ടറി N വേണു കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രക്തസാക്ഷി സ്ക്വയർ RMPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മംഗത് റാം പസ്ല ഉദ്ഘാടനം ചെയ്യും. ചന്ദ്രശേഖരന്റെ ജീവിത മുഹൂർത്തങ്ങളും അവസാനമായി ചന്ദ്രശേഖരൻ സഞ്ചരിച്ച ബൈക്കും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ സ്ക്വയറിന്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത മ്യൂസിയത്തിൽ സജ്ജീകരിക്കും. മെയ് 4 രാവിലെ മുതൽ വള്ളിക്കാട് ചേരുന്ന ബഹുജന സംഗമത്തിൽ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി മംഗത് റാം പസ്ല, ചെയർമാൻ K ഗംഗാധർ, സംസ്ഥാന പ്രസിഡന്റ് TL സന്തോഷ്, KK രമ MLA, RMPI കേന്ദ്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P കുമാരൻകുട്ടി, KS ഹരിഹരൻ എന്നിവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ KK രമ MLAയും മറ്റ് നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടിന്റെ വികസന കാഴ്ചകൾ ക്യാൻവാസിൽ പകർത്തി വികസന വരകൾ സമൂഹ ചിത്രരചന. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥമാണ് ജില്ലാതല വികസന വരകൾ സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലയിലെ 60ഓളം തദ്ദേശ കേന്ദ്രങ്ങളിൽ നടന്ന വികസന വരകളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളും ചിത്രകലാ അധ്യാപകരുമാണ് കോഴിക്കോട് ബീച്ചിൽ നടന്ന ജില്ലാതല പരിപാടിയിൽ പങ്കാളികളായത്. LP മുതലുള്ള ക്ലാസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചിത്രരചനയിൽ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട MTയും നാടിന്റെ പോരാളികളായ ഹരിതകർമ്മ സേനാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും പശ്ചാത്തല വികസനവും റോഡും പാലങ്ങളും കെട്ടിടങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളും പാലിയേറ്റീവ് പരിചരണവും പെൻഷനും ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും കുട്ടികളിലെ ശുചിത്വ പാഠങ്ങളും ഗ്രാമീണ ഭംഗിയും നഗര വികസനവുമെല്ലാം ചായം പുരണ്ട് ക്യാൻവാസ് സമ്പന്നമാക്കി. പരിപാടിയിൽ പങ്കാളികളായ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ക്യാൻവാസിലും വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങൾ ഇടം പിടിച്ചു. ബീച്ച് കൾച്ചറൽ സ്റ്റേജിൽ നടന്ന പരിപാടി പ്രശസ്ത ചിത്രകാരനും ലളിതകലാ അക്കാദമി സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ സുനിൽ അശോകപുരം ഉദ്ഘാടനം ചെയ്തു. ഈ ലളിതകലാ അക്കാദമിയെ ഒരു ഇന്റർനാഷണൽ തലത്തിലേക്ക് ഉയർത്താനും നമ്മൾ നടത്തുന്ന പരിപാടികൾക്ക് സാധാരണ രീതിയിൽ ഇവിടെ കിട്ടുന്ന കേരളത്തിന്റെ പുറത്തുള്ള എല്ലാ മറ്റ് അക്കാദമികളും സ്ഥാപനങ്ങളും നമ്മളെ നോക്കിക്കാണുന്ന രീതി തന്നെ കേരളത്തിനെ മാതൃകയാക്കുന്ന, കേരളത്തിന്റെ ലളിതകലാ അക്കാദമി നടത്തുന്ന പ്രവർത്തനങ്ങളെ മാതൃകയാക്കൂ എന്ന് പറയുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ മറ്റ് അക്കാദമികൾ പോലും. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം അധ്യക്ഷനായിരുന്നു. സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ AK അബ്ദുൽ ഹക്കീം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർമാരായ രവികുമാർ, രാര രാജ്, അസിസ്റ്റന്റ് എഡിറ്റർ സൗമ്യ ചന്ദ്രൻ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ AP നൌഷാദ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്കു ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും. നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ്. മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് സ്വന്തമാക്കൂ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. കൗതുക കാഴ്ചകളുമായി സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ഇതാ നിങ്ങളിലേക്കും. ഫറോക്ക് മല്ലിക തിയേറ്ററിന് സമീപമുള്ള മലബാർ ടൈൽസ് ഗ്രൗണ്ടിലെ പ്രദർശനത്തിൽ ടണൽ അക്വേറിയം, കാശ്മീർ താഴ്വാരം, ജംഗിൾ, വിദേശ അലങ്കാര പക്ഷികൾ, ഓമന മൃഗങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്ക്, കുതിര സവാരി, ഒട്ടക സവാരി എന്നിവ ഒരുക്കിയിട്ടുണ്ട്.
ദിവസവും വൈകിട്ട് 4 മണി മുതൽ 9:30 വരെയാണ് പ്രദർശനം. ജീവകാരുണ്യ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനായി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ സംഘടിപ്പിച്ചത്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് പാളയം എകർന്നപ്പറമ്പ് ശ്രീ പച്ചനായകി മാരിയമ്മൻ ദേവീക്ഷേത്രത്തിലെ കരകോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. വർണ്ണാഭമായിരുന്നു ചടങ്ങുകൾ. നാദസ്വരവും വാദ്യമേളങ്ങളും അകമ്പടിയായി കരകം ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തു. മുഹൂർത്തകാൽ പൂജ അഥവാ കൊടിയേറ്റത്തോടെയാണ് 3 ദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കമായത്. പൂക്കൾ കൊണ്ടും വൈദ്യുത ദീപങ്ങൾ കൊണ്ടും അലങ്കരിച്ച മാരിയമ്മൻ ക്ഷേത്രം ഭക്തരുടെ സാന്നിധ്യം കൊണ്ടും നിറഞ്ഞു. 1-ാം ദിനം ഗണപതി ഹോമം, പ്രഭാത പൂജ, കരകം അലങ്കരിക്കൽ, ക്ഷേത്രപ്രദക്ഷിണം എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. 2-ാം ദിവസം വിവിധ പൂജാ കർമ്മങ്ങൾക്കു ശേഷം കരകം ക്ഷേത്രപ്രദക്ഷിണവും മാവിളക്ക് പൂജ, നാദസ്വരമേളം, താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കരകത്തിന്റെ നഗരപ്രദക്ഷിണം എന്നിവയും നടന്നു. നാലാം ദിവസം പുലർച്ചെ കരകം കടലിൽ ഒഴുക്കുന്നതോടെയാണ് വർണ്ണാഭമായ ചടങ്ങുകൾക്ക് സമാപനമാകുക. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചുറ്റുവിളക്കും ഭക്തരുടെ വഴിപാടുകളായും നടന്നു. വർഷം തോറും വിപുലമായ പരിപാടികളോടെയാണ് പച്ചനായകി മാരിയമ്മൻ ദേവീക്ഷേത്രത്തിൽ കരകോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുടുംബ വ്യവസായത്തെ അടുത്ത തലമുറയിലേക്ക് വിജയകരമായി കൈമാറാൻ ആവശ്യമായ തന്ത്രങ്ങളും മൂല്യങ്ങളും പങ്കുവയ്ക്കുന്ന ബിസിനസ് കോൺക്ലേവ് 2025 ദ പവർ ഓഫ് ഫാമിലി ബിസിനസ് മെയ് 5-ന് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. ബിസിനസ് രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കാര്യം പുതിയ കാലഘട്ടത്തിൽ പുതിയ ജനറേഷൻ ഒക്കെ പുറം രാജ്യങ്ങളിലൊക്കെ പോയി സെറ്റിൽ ആവാൻ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പുറകിലുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം അല്ലെങ്കിൽ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉള്ളൊരു അവസരം ഇവിടെ കിട്ടുന്നില്ല എന്നുള്ള തരത്തിലുള്ള കുറച്ച് സ്റ്റഡീസ് ഒക്കെ അതിന്റെ പുറത്തുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്നത്തെ കോൺക്ലേവിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ്. നമ്മുടെ 2, 3, 4, 5 ജനറേഷൻ കടന്നിട്ടുള്ള ഒരു ഫാമിലി കേരളത്തിൽ ഇപ്പോൾ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന അത്രയും ഉണ്ടാവും. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ നിന്നും മാറ്റം വരുത്താൻ വേണ്ടി നമ്മളൊരു ഇനീഷ്യേഷനാണ്. കുടുംബ വ്യവസായം തലമുറകളിലേക്ക് വിജയകരമായി കൈമാറാൻ സമ്പത്ത് മാത്രം പോരാ, അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളും പ്രവർത്തന രീതികളും കൂടി പകർന്നു കൊടുക്കണമെന്ന വിജയ രഹസ്യങ്ങളാണ് ITCC ബിസിനസ് കോൺക്ലേവ് വെളിപ്പെടുത്തുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. വ്യവസായ മേഖലയിലെ പ്രശസ്തരും പ്രചോദനാത്മകമായ പ്രകടനങ്ങളിലൂടെ ശ്രദ്ധ നേടിയവരും ബിസിനസ് കോൺക്ലേവിൽ സംസാരിക്കും. മോഹൻജി, സന്തോഷ് ബാബു, മധു ഭാസ്കർ, VK മാധവ് മോഹൻ, സഹല പർവീൻ, CS ആഷിഖ് AM, സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിക്കും. ബിസിനസ് കോൺക്ലേവിൽ വ്യവസായികൾ, സംരംഭകർ, മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ, കുടുംബ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ എന്നിവരും പങ്കെടുക്കും. മെയ് 5-ന് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് കോൺക്ലേവ് നടക്കുക. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ അബ്ദുൽ കരീം, രാജേഷ് ശർമ്മ, നിജിൽ പാലക്കൽ, ഷുക്കൂർ കിനാലൂർ, നിഷാന്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൽപ്പറ്റ കാവുമന്നം കിങ്സ് ഫ്ലോറ ഫാമിൽ ഭക്ഷ്യ വന ശില്പശാല സംഘടിപ്പിച്ചു. ഒട്ടേറെ ഭക്ഷ്യ ഇനങ്ങൾ പരിപാലിക്കേണ്ട രീതികൾ ഉൾപ്പെടെ പരിചയപ്പെടുത്തിയ ശില്പശാല വേറിട്ട അനുഭവമായി. മനുഷ്യനും ഭക്ഷ്യവിഭവങ്ങളും തമ്മിലുള്ള താളപ്പൊരുത്തങ്ങൾ അനാവരണം ചെയ്യുന്നതായി കൽപ്പറ്റ കാവുമന്നം കിങ്സ് ഫ്ലോറ ഫാമിൽ നടന്ന ഭക്ഷ്യവന ശില്പശാല.
ഫാമിലെ 24 ഏക്കറിൽ വിളയിച്ചെടുത്ത വിഭവങ്ങളായിരുന്നു ശില്പശാലയിൽ ഉപയോഗിച്ചത്. മഞ്ഞൾ എങ്ങനെ മണ്ണിൽ കുഴിച്ചിടണം, അയനിച്ചക്ക എങ്ങനെ തൊലി കളയണം, ചക്ക മുറിക്കുമ്പോൾ എങ്ങനെ മുറിക്കണം എന്നിങ്ങനെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ശില്പശാലയിൽ പരിചയപ്പെടുത്തി. 40 ഇനം ചക്കകൾ, 53 ഇനം മാങ്ങകൾ, 40 ഇനം കാച്ചിൽ, 20 ഇനം വാഴപ്പഴം, 60 ഇനം കിഴങ്ങുകൾ തുടങ്ങി ഒട്ടേറെ വൈവിധ്യങ്ങൾ പ്രദർശിപ്പിച്ച പരിപാടി വേറിട്ടൊരു അനുഭവമായി. മനുഷ്യനുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഭക്ഷണത്തെ പ്രകൃതിയുമായി ഇഴകിച്ചേർന്ന അന്തരീക്ഷത്തിൽ ഏറ്റവും ക്രിയാത്മകമായി അവയുടെ ഉൽപാദനവും പരിപാലനവും കൈകാര്യവും എല്ലാം പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഉദ്ദേശമെന്ന് അഷ്റഫ് അക്കിരിപ്പറമ്പത്ത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പുതിയ തലമുറയെ അതായത് കുറെ ആളുകളൊക്കെ കൃഷിയിലേക്കും മണ്ണിലേക്കും ഒക്കെ തിരിച്ചു വരുന്നുണ്ട്. ഈ വന്നതൊക്കെ IT എഞ്ചിനീയേഴ്സും ബാക്കിയുള്ളവരല്ലേ. ഇപ്പൊ ഷിയാബ് ആണെങ്കിലും IT ആണ്, മുനിയാണെങ്കിൽ IT ആണ്. ബഡ്ഡിംഗ്, പ്രിസിഷൻ അഗ്രികൾച്ചർ, വെർട്ടിക്കൽ ഫാമിംഗ്, പുനരുൽപാദന കൃഷി തുടങ്ങി ഒട്ടേറെ പ്രവണതകൾ ശില്പശാലയിൽ പരിചയപ്പെടുത്തി. അപൂർവ ഇനങ്ങളായ മെക്കാഡമിയ, ആഞ്ഞിലിച്ചക്ക, മരോട്ടിക്കായ തുടങ്ങിയവ സന്ദർശകരെ ഏറെ ആകർഷിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു. ഷിഹാബ് കുഞ്ഞഹമ്മദ്, UA മുനീർ, EM അബ്ദുൾ റസാഖ്, മജീദ് പുളിക്കൽ, ഹിന്ദ് ഹനീഫ, ഹഫീസ് N, സുലു വയനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സംഗീത ആസ്വാദക കൂട്ടായ്മ ഗായകൻ ഉസ്മാൻ കോഴിക്കോടിന് ആദരമൊരുക്കി. സംവിധായകൻ സുനിൽ ഉപഹാരം സമർപ്പിച്ചു. തുടർന്ന് ഏക് ഷാം ഉസ്മാൻ കെ നാം എന്ന സംഗീത സന്ധ്യ അരങ്ങേറി. സംഗീത ലോകത്ത് 40 വർഷം പിന്നിട്ട ഉസ്മാൻ കോഴിക്കോടിനെ ജില്ലയിലെ സംഗീത ആസ്വാദക കൂട്ടായ്മയായ ജില്ലാ മ്യൂസിക് ലവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മുഹമ്മദ് റഫിയുടെ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് ഉസ്മാൻ കോഴിക്കോട്. സംവിധായകൻ സുനിൽ ഉപഹാരം സമ്മാനിച്ചു. അസോസിയേഷൻ ചെയർമാൻ PT സുബൈർ അധ്യക്ഷത വഹിച്ചു. K സലാം, R ജയന്തകുമാർ, TPM ഹാഷിം അലി, PP അബ്ദുള്ള കോയ, നടൻ അപ്പുണ്ണി ശശി, നടി വേദ സുനിൽ, ഉസ്മാൻ കോഴിക്കോട് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഏക് ഷാം ഉസ്മാൻ കെ നാം എന്ന പേരിൽ സംഗീത സന്ധ്യ അരങ്ങേറി. ഉസ്മാൻ കോഴിക്കോട്, നയൻ ജെ ഷാം, മെഹറോഫ് കാലിക്കറ്റ്, ജിഷ ഉമേഷ്, അനൂന മൻസൂർ, MC ശുഭ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. പപ്പൻ കോഴിക്കോടിന്റെ നേതൃത്വത്തിൽ ഹരിദാസ്, ജോയ്, സന്തോഷ്, സോമൻ, അസീസ് എന്നിവരായിരുന്നു ഓർക്കസ്ട്ര ടീമിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗോദീശ്വരം അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന പ്രസന്ന ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. ALMSC അംഗങ്ങളും രക്ഷിതാക്കളും ചേർന്നാണ് യാത്രയയപ്പ് ഒരുക്കിയത്. 25 വർഷത്തെ സേവനങ്ങൾക്കു ശേഷം വിരമിക്കുന്ന ഗോദീശ്വരം അങ്കണവാടിയിലെ പ്രസന്ന ടീച്ചർക്ക് ALMSC അംഗങ്ങളും രക്ഷിതാക്കളും ചേർന്ന് യാത്രയയപ്പ് നൽകി. KK പ്രമോദ് അധ്യക്ഷനായിരുന്നു. 48-ാം വാർഡ് കൗൺസിലർ
ടി രജനി, ICDS സൂപ്പർവൈസർ ജിഷ, പി ശശിധരൻ, ഐശ്വര്യ ലക്ഷ്മി, സ്നേഹജ, കെ അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ആസ്റ്റർ മിംസിൽ AI/VR സൗകര്യങ്ങളോടെയുള്ള PMR വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. നവീകരിച്ച PMR വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. അസുഖങ്ങൾ കൊണ്ടും അപകടങ്ങൾ കൊണ്ടും ശരീരത്തിന്റെ ചലനവും ജീവിതത്തിലെ സന്തോഷവും നഷ്ടപ്പെട്ടവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുപോക്കിന് സാധ്യമാകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച AI/VR സൗകര്യങ്ങളോടെയുള്ള PMR വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ഫിസിയാട്രിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, പ്രോസ്തെറ്റിസ്റ്റ്, ഓർത്തോട്ടിസ്റ്റ്, റീഹാബിലിറ്റേഷൻ നഴ്സുമാർ, സൈക്കോളജിസ്റ്റ്, സാമൂഹിക പ്രവർത്തകർ എന്നിവരടങ്ങിയ ടീമിലൂടെ PMRന്റെ പ്രവർത്തനം നടക്കുന്നത്. നവീകരിച്ച PMR വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ആശുപത്രികളിൽ ഇത്തരം വിഭാഗങ്ങളുടെ പ്രവർത്തനവും കൂടി വരുന്നതോടെ രോഗികൾക്ക് അത് കൂടുതൽ ആശ്വാസം നൽകുന്നതിനും വേഗത്തിൽ രോഗമുക്തി നേടുന്നതിനും കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആളുകളുടെ ഈ അസുഖബാധിതരായിട്ടുള്ള ആളുകളുടെ അവരുടെ ഫ്യൂച്ചറും ലൈഫും തന്നെ റിവൈറ്റ് ചെയ്യാനുള്ള തരത്തിൽ 40 to 60% ലൈഫ് എക്സ്പെക്ടൻസി പിന്നെ കൂടുന്നതായിട്ടൊക്കെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. നമുക്ക് ചില ഹാർഡൻസ് ഉണ്ട്, സാമ്പത്തികമായിട്ട് വരുന്ന കോസ്റ്റിന്റെ പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ഒരു ഫെസിലിറ്റി ഒരുക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനെ ഓവർകം ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു ആശുപത്രി പിന്നെ അങ്ങനെ ഫെസിലിറ്റിയോട് കൊണ്ടുപോകുന്നു. ഒരാളെ സക്സസ്ഫുൾ ആയിട്ട് ലീഡ് ചെയ്തു. അതിന് കഴിഞ്ഞ 6 മാസമായിട്ട് അപകടത്തിൽ മോചിതനായിട്ട് ഇവിടെ വേദിയിൽ നമ്മളോടൊപ്പം വന്നു നിന്ന് ഇങ്ങനെ ഒരു ലോഞ്ചിൽ പങ്കെടുക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ക്യാൻസറിന് ഉൾപ്പെടെ ഫൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ന്യൂറോ, പെയിൻ, ആംപ്യൂട്ടേഷൻ, ഓങ്കോ, ക്യാൻസർ, ജെറിയാട്രിക്, സ്പോർട്ട് ഇഞ്ചുറി, റുമറ്റോളജി, മസ്കുലോസ്കെലറ്റൽ, റീഹാബിലിറ്റേഷൻ തുടങ്ങി എല്ലാവിധ പുനരധിവാസ മേഖലകളും ഉൾക്കൊള്ളുന്നതാണ് നവീകരിച്ച PMR വിഭാഗമെന്ന് ആംസ്റ്റർ മിംസ് COA ലുക്മാൻ പൊന്മാടത്ത് പറഞ്ഞു. ചടങ്ങിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിക, ആസ്റ്റർ മിംസ് CMS ഡോക്ടർ അബ്രഹാം മാമൻ, CMS ഡോക്ടർ നൌഫൽ ബഷീർ, PMR വിഭാഗം മേധാവി ഡോക്ടർ ആയിഷ റുബീന KP തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിഴിഞ്ഞം വിഷയത്തിൽ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. വിഴിഞ്ഞം VGFുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കേരളത്തോട് കാണിച്ചത് നീതികേടെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ഫ്രാൻസിസ് ജോർജ്. CPM പാർട്ടി പൂർണ്ണമായും പിണറായി വിജയന്റെ ഏകാധിപത്യത്തിന് കീഴിലായി മാറിയെന്ന് RMPI സംസ്ഥാന സെക്രട്ടറി N. വേണു. നാടിന്റെ വികസന കാഴ്ചകൾ ക്യാൻവാസിൽ പകർത്തി വികസന വരകൾ, സമൂഹ ചിത്രരചന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.